കായംകുളം ചേരാവള്ളി മേമന ഗോകുലം വീട്ടിൽ ശ്രീ ഗോപിനാഥൻ എന്ന പ്രവാസി മലയാളിയുടെ നേർച്ചയായി നടത്തപ്പെടുന്ന കുത്തിയോട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രി നാളിൽ ഇങ്ങനെ കുത്തിയോട്ടം വഴിപാടായി വീടുകളിൽ നടത്തുന്നതോടൊപ്പം തന്നെ കുത്തികുളങ്ങരയുടെ 13 കരകളിലും ശൈലനന്ദിനി എന്ന് പറയുന്ന പ്രസിദ്ധമായ കുത്തിയോട്ട സംഘമാണ് ഈ കുത്തിയോട്ട വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശിവരാത്രി നാളിൽ തുടങ്ങി ഈ കുത്തിയോട്ട വഴിപാടുകൾ ഭക്തന്മാരുടെ ഗ്രഹങ്ങളിൽ നടക്കുന്നതോടൊപ്പം തന്നെ ഭരണി നാളിൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കെട്ടുകാഴ്ചകളുടെ നിർമ്മാണവും 13 കരകളിലായി നടക്കുകയാണ്. 13 കരകളും വിവിധങ്ങളായ തേരുകളും കുതിരകളും കാഴ്ച ശില്പങ്ങളും ഒക്കെ ഒരുക്കി 13 കരകളിലെയും ഭക്തജനങ്ങൾ അത്യുത്സാഹത്തോടെ ഭക്തിയോടെ ഭീമാകാരങ്ങളായ ആ കെട്ടുകാഴ്ചകളെ വിവിധ പ്രദേശങ്ങളിലൂടെ എഴുന്നള്ളിച്ച് വൈകുന്നേരത്തോടുകൂടി അമ്മയുടെ മുന്നിൽ ദീപാരാധനയോടുകൂടി അമ്മയുടെ മുന്നിലെ കാഴ്ചക്കണ്ടത്തിൽ നിരത്തു നിർത്തുന്നതോടുകൂടി കുംഭഭരണി എന്ന് പറയുന്ന ആഘോഷത്തിന്റെ പരിസമാപ്തിയാവും. ഈ കുതിര നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ കുതിരച്ചുവട് എന്ന് പറയുന്ന കുതിര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന പതിവുമുണ്ട്. കുതിരമുട്ടിൽ കഞ്ഞി എന്നാണ് ഇതിന് പറയുന്നത്. കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവും കടുവുമാങ്ങയും പഴവും അവൽ നനച്ചതും എള്ളുണ്ടയും ഉണ്ണിയപ്പവും തുടങ്ങിയ വിഭവസമൃദ്ധമായ ഈ കഞ്ഞി ഭഗവതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത്. ദേവി ആദ്യമായി ഓണാട്ടുകര ദേശത്ത് എത്തിയപ്പോൾ കഞ്ഞിയും മുതിരപ്പുഴുക്കും നൽകിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് കുതിരമൂട്ടിൽ കഞ്ഞി വഴിപാടായി ഭക്തജനങ്ങൾ നടത്തി വരുന്നത്.
ചെട്ടുകുളങ്ങരയിലെ 13 കരക്കാർ ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നിങ്ങനെയുള്ള 13 കരക്കാർ ചേർന്നിട്ടുള്ള ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ്റെ നേതൃത്വത്തിൽ ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്ന കുംഭഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് കരകളിൽ നടത്തിവരാറുള്ള കുത്തിയോട്ടം എന്ന് പറയുന്ന അനുഷ്ഠാന കലാരൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കായംകുളം ചേരാവള്ളി മേമനമംഗലം വീട്ടിൽ ഗോപിനാഥൻ എന്ന പ്രവാസി മലയാളിയുടെ നേർച്ചയായി നടത്തുന്ന കുത്തിയോട്ടത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. ശിവരാത്രി നാളിൽ ആരംഭിച്ച് രേവതി നാളിൽ ഒലിവ് പാട്ടോടുകൂടി അവസാനിക്കുന്ന ഈ കുത്തിയോട്ട കലാരൂപം തുടർച്ചയായ 6 ദിവസങ്ങളിലെ അവതരണത്തിന് ശേഷം ഇന്ന് പൂർണ്ണമാവുകയാണ്. ചെട്ടുകുളങ്ങര കരയിലെ 4 കരനാഥന്മാർ ഈരേഴമുറി കോട്ടൂർ മണവത്ത് ചെമ്പോലിൽ കണ്ഠനാദിജന്മൻ ശേഖരൻ താങ്കളും, കൈതമുറിയിൽ മങ്ങാട്ടേത്തും മാധവും, ഈരേഴമുറിയിൽ കാട്ടൂർ കൊച്ചുകോമക്കുറുപ്പും, ഈരേഴമുറിയിൽ പുതുപ്പുരയ്ക്കൽ മാളിയക്കൽ ആനന്ദവല്ലീശ്വരനും കൂടി തൊട്ടടുത്ത കൊയ്പ്പള്ളി കാരാഴ്മ എന്ന ഗ്രാമത്തിൽ ഉത്സവം കാണുവാൻ പോയതും അവിടെയുണ്ടായ അപമാനത്തെ തുടർന്ന് ദുഃഖിതരായി തിരികെ വന്ന് കൊടുങ്ങല്ലൂർ അമ്മയെ ഭജിക്കുന്നതിന് വേണ്ടി കൊടുങ്ങല്ലൂർ പോയി ഭജനമിരിക്കുകയും സ്വപ്നത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ കരനാഥന്മാരെ ആശ്വസിപ്പിച്ച് നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ പ്രദേശത്ത് വന്ന് കുടികൊള്ളാം എന്ന് സമ്മതിക്കുകയും ചെയ്തതിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ് ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിനുള്ളത്. ഈ കരനാഥന്മാർ തിരികെ വന്നതിന് ശേഷം തങ്ങളുടെ ദേശവാസികളോടും മറ്റ് ഭക്തജനങ്ങളോടും തങ്ങൾക്കുണ്ടായ സ്വപ്ന ദർശനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി കഠിനമായ പ്രധാനുഷ്ഠാനങ്ങളിലൂടെ ഒരു ജനത മുഴുവൻ ഏറെ നാൾ കഴിഞ്ഞു പോരുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സന്ധ്യാസമയത്ത് കരിപ്പുഴ തോടിൻ്റെ കരയിൽ ഈനാശു എന്ന് പറയുന്ന ഒരു കടത്തുകാരനോട് ഒരു വൃദ്ധ തന്നെ മറുകരയെത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചതായും ആ വൃദ്ധയെ ചെട്ടുകുളങ്ങരയിൽ എത്തിച്ചതിന് ശേഷം ആ അമ്മയെ തൊട്ടടുത്തുള്ള ഒരു ആഞ്ഞലിയുടെ ചുവട്ടിൽ വിശ്രമിക്കാൻ ഇരുത്തുകയും അടുത്തുള്ള ഒരു വീട്ടിൽ പോയി ദാഹജലം വാങ്ങിക്കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. അല്പനേരത്തിന് ശേഷം ഈ വള്ളക്കാരൻ നോക്കിയപ്പോൾ അമ്മയെ ആ പ്രദേശത്തെങ്ങും കാണാൻ സാധിച്ചില്ല എന്ന് പറയപ്പെടുന്നു. ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ചെട്ടുകുളങ്ങരയിലെ ഒരു ബ്രാഹ്മണ കുടുംബമായ താഴവന ഇല്ലത്ത് പുരമേച്ചിൽ നടക്കുമ്പോൾ പുര കെട്ടുന്ന തൊഴിലാളികൾക്ക് കഞ്ഞിയും മുതിരപ്പുഴുക്കും വസ്ത്രവും കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അപരിചിതയായ ഒരു അമ്മ അവിടെ എത്തി തനിക്ക് ഭക്ഷണം നൽകണം എന്ന് ആവശ്യപ്പെട്ടു എന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ കഞ്ഞി കുടിച്ചതിന് ശേഷം വടക്കു ഭാഗത്തുള്ള കുളത്തിലിറങ്ങി മുഖം കഴുകിയ അമ്മ ഒരു ജ്വാലയായി അന്തരീക്ഷത്തിലേക്ക് അപ്രത്യക്ഷയാവുന്നത് ആ ഇല്ലത്തെ ഒരു അന്തർജനം കാണുകയും ആ കാഴ്ചയിൽ അവർ ബോധം കെട്ട് വീഴുകയും
ഉണർന്നതിന് ശേഷം താൻ കണ്ട തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് നാട്ടുകാരോട് പറയുകയും ചെയ്തു എന്നുള്ളതാണ് ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. കരനാഥന്മാർ ഒത്തുകൂടി ദൈവജ്ഞന്മാരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ അമ്മയുടെ ആഗമനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ AD 1206 ചിങ്ങമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ അമ്മയെ ചെട്ടുകുളങ്ങരയിൽ വെട്ടുകല്ലിൽ കെട്ടിയുയർത്തിയ തറയിൽ കൃഷ്ണശില പാകി അറപ്പുര മാതൃകയിലുള്ള മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെട്ടുകുളങ്ങര ഇന്ന് മധ്യ തിരുവിതാംകൂറിൻ്റെ ആകെ ആധ്യാത്മിക വിശുദ്ധിയുടെ നിറദീപമായി പരിലസിക്കുകയാണ്. കുത്തിയോട്ട പാട്ടിൻ്റെ താളവട്ടം, ഒന്നാം താളവട്ടം, രണ്ടാം താളവട്ടം, മൂന്നാം താളവട്ടം, നാലാം താളവട്ടം എന്നിങ്ങനെ 4 താളവട്ടങ്ങളിലൂടെയാണ്, 4 പാദങ്ങളിലൂടെയാണ് കുത്തിയോട്ടം നിബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. പാട്ട് തുടങ്ങുമ്പോൾ മുഖത്തോട് മുഖം ചുവടുകാർ നിന്ന് വലതുകാൽ മുന്നോട്ടെടുത്തുയർത്തി ഒരു വട്ടം കാൽപാദം തറയിൽ ചവിട്ടി തിരികെ പൂർവ്വസ്ഥാനത്ത് എത്തിച്ച് ഇടതുകാൽ മുന്നോട്ടുയർത്തി ഒരു വട്ടം കാൽപാദം ചവിട്ടി തിരികെ പൂർവ്വസ്ഥാനത്ത് എത്തിക്കുന്ന രീതിയാണ് ഒന്നാം പാദത്തിലുള്ളത്. പാട്ട് ആരംഭിക്കുന്നത് താഴ്ന്ന സ്ഥായിലായതിനാൽ അയഞ്ഞ ചുവടുകളാണ് ആദ്യം വയ്ക്കാറുള്ളത്. ഉച്ചസ്ഥായിയിൽ പാട്ടെത്തുമ്പോൾ ചുവടും ദ്രുതഗതിയിലാവുന്നു. പാട്ടിൻ്റെ ഗതി അനുസരിച്ച് മുട്ടുകാൽ മടക്കി ചാടിക്കുത്തിയിരുന്ന് കാലുകൾ മുന്നോട്ടും പിറകോട്ടും വരത്തക്ക വിധ വണ്ടിക്കിരിപ്പ് എന്ന് പറയുന്ന തരത്തിലുള്ള ചുവടുകളും നടത്താറുണ്ട്. ചുവടുകൾക്കിടയിൽ നടത്തുന്ന ഇത്തരം അഭ്യാസ പ്രകടനങ്ങളാണ് ഈ കുത്തിയോട്ടത്തെ കാഴ്ചയുടെ കൗതുകമാക്കി മാറ്റുന്നത്. ദീർഘചതുരാകൃതിയിലും വൃത്താകൃതിയിലും ശക്തികാർത്തി ആകൃതിയിലും ഈ ചുവടുകളത്തിന് രൂപമാറ്റമുണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള ചുവടുകളിൽ രണ്ടാം താളവട്ടത്തിൻ്റെ ചുവട് വലതുകാൽ ഉയർത്തി മുന്നോട്ടെടുത്ത് കാൽപാദം 2 വട്ടം തറയിൽ ചവിട്ടി പൂർവ്വസ്ഥാനത്തെത്തിച്ച് ഇടതുകാൽ മുന്നോട്ടുയർത്തി കാൽപാദം 2 വട്ടം തറയിൽ ചവിട്ടി പൂർവ്വസ്ഥാനത്തെത്തിക്കുന്ന രീതിയിലാണ് രണ്ടാം പാദത്തിൻ്റെ ചിട്ടക്രമം. മൂന്നാം താനവട്ടത്തിൻ്റെ ചുവട് വലതുകാൽ ഉയർത്തി മുന്നോട്ടെടുത്ത് കാൽപാദം 3 വട്ടം തറയിൽ ചവിട്ടി പൂർവ്വസ്ഥാനത്തെത്തിച്ച് ഇടതുകാൽ മുന്നോട്ടുയർത്തി 3 വട്ടം തറയിൽ ചവിട്ടി പൂർവ്വസ്ഥാനത്തെത്തിക്കുന്ന രീതിയാണ് മൂന്നാം പാദം. നാലാം താനവട്ടത്തിലാകട്ടെ ചുവട് മുഖാമുഖം നിൽക്കുന്ന ചുവടുകാർ ഏതു ദിശയിലേക്കാണോ ചുവട് വെച്ച് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് നാലാം പാദത്തിൻ്റെ ചുവട് ക്രമം. കളത്തിൻ്റെ ദക്ഷിണ ഭാഗത്തേക്കാണ് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കളത്തിൻ്റെ മേൽവശത്ത് നിൽക്കുന്ന ചുവടുകാർ വലതുകാലും, പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്ന ചുവടുകാർ വലതുകാലും, കിഴക്ക് വശത്ത് നിൽക്കുന്ന ചുവടുകാർ ഇടതുകാലും 1 വട്ടം തറയിൽ ചവിട്ടി പുറകോട്ടെടുത്ത്